ലോകത്തിന്റെ വലിയൊരു ആളായി മോദിജി മാറുന്നതിനകത്ത് പല നിഗൂഢ ചിന്തകളുമായി നടക്കുന്ന ചില നിജ ശക്തികൾക്ക് അതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ലെന്നുള്ളത് നമുക്കറിയാം. അത് നമുക്ക് അറിവുള്ളതുമാണ്. നമ്മുടെ തോളെ കൈയിട്ടിട്ട് നമ്മളെ പള്ളക്ക് കൂട്ടുന്ന തരത്തിലുള്ള സ്വഭാവമുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതിനും സത്യമായ കാര്യം. അദ്ദേഹം എല്ലാം വളരെ ശക്തമായി തന്നെ ചിന്തിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. എനിക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിനുള്ളിലെ ആ ദൈവിക ചൈതന്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. വളരെ വളരെ വർദ്ധിച്ചു വരികയാണ്. അതിന്റെ ഗുണം ഈ ധരണിയിലുള്ള സകലമാന ജീവജാലങ്ങൾക്കുള്ളതാണ്. അത് സത്യമായ കാര്യമാണ്. എല്ലാ മാനവരാശിക്കും വളരെ പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് മോദിജിയുടെ ഇപ്പോഴത്തെ ആ ഒരു ചലനങ്ങൾ. അദ്ദേഹത്തിന് ശേഷിക്കുന്ന കാലം, അതായത് 5 കൊല്ലം കൂടെ ഭരിച്ചതിന് ശേഷം ശേഷിക്കുന്ന കാലം അദ്ദേഹത്തിന് പ്രത്യേകതരം ഒരു എനർജി അദ്ദേഹത്തിലോട്ട് കടന്നുകൂടുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അദ്ദേഹം വളരെ പവർഫുൾ മാനായി തന്നെ മാറും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന്റെ നല്ല രീതിയിൽ ഈശ്വര ചൈതന്യത്താൽ നല്ല രീതിയിൽ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള സുരക്ഷ ഒരുക്കണം. ഒരുപാട് യാത്രകളെല്ലാം അദ്ദേഹത്തിന് നിന്ന് ഒഴിവാക്കിക്കണം. ആവശ്യമുള്ള ഗൗരവമുള്ള കാര്യങ്ങൾക്ക് മാത്രം അദ്ദേഹത്തിന് ഒരു യാത്രകൾ നടത്തിക്കുക. അപ്പം അദ്ദേഹത്തിന്റെ ആരോഗ്യവും നമുക്കൂടെ ആവശ്യമാണ്. അദ്ദേഹം വളരെ എനർജിയായിട്ടിരിക്കേണ്ടതും ആരോഗ്യത്തോടുകൂടി ദീർഘായുസ്സോടെ ഇരിക്കേണ്ടത് നമ്മുടെ ഭാരതീയർക്കും നമ്മളെ ഇഷ്ടപ്പെടുന്ന ലോക രാഷ്ട്ര ജനങ്ങൾക്കും ഒക്കെ ആഗ്രഹമുള്ളതാണ്, പ്രയോജനപ്പെടുന്നതാണ്. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.